എനിക്ക് കുറച്ച് സമയം കൂടി നൽകണമെന്നത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നൽകിയ ഓരോ വാക്കും പാലിക്കും. സ്ത്രീ സുരക്ഷ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, മയക്കുമരുന്നിനെതിരായ സ്ക്വാഡ് രൂപീകരണം എന്ന കാര്യങ്ങളിലൊക്കെ ഇന്നു മുതൽ തന്നെ ഞാൻ നടപടി തുടങ്ങുമെന്ന വാഗ്ദാനം കൂടി നൽകുന്നുണ്ട്. നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കൂ എന്നതുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട് വിജയ് അതേ വേദിയിൽ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഞാൻ തെറ്റ് ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല, ചെയ്തവനെ വെറുതെ വിടില്ല. ഇത് കൃത്യമായ സന്ദേശമാണ്. ഒരുപക്ഷെ സിനിമാ ഡയലോഗിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഡയലോഗുകളാണ്. ആണ്ടവന് മേൽ ആണയിട്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ, ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള സത്യപ്രതിജ്ഞയാണ് ജോസഫ് വിജയ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമാ രംഗങ്ങളിൽ മാത്രം നമ്മൾ കണ്ടു പരിചയിച്ച രംഗങ്ങൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നു, റിയൽ പൊളിറ്റിക്സിൽ നമ്മൾ കാണുന്നു മാധു എന്നതാണ്. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിക്കുന്നു, ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സ്ക്വാഡ് എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. എന്റെ വിജയം നിങ്ങളുടേതാണ്, നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചു, വന്നത് നിങ്ങളിൽ ഒരാളായി, എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. 8 കോടി ജനങ്ങളും എന്റേതാണ്, തെറ്റ് ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല, ചെയ്തവനെ വെറുതെ വിടില്ല, വാഗ്ദാനങ്ങളെല്ലാം ഞാൻ നടപ്പാക്കും, താൻ വഞ്ചിക്കില്ല എന്ന് തമിഴ്നാടിനോട് പറഞ്ഞുകൊണ്ട് വിജയ് വെട്രി നിശ്ചയം, വിജയം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നും പേടിക്കേണ്ടതില്ല, കോൺഫിഡന്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വിജയ് അധികാരത്തിലേക്ക് നടന്നു കയറുന്നു, മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിപ്പുറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയം അടുത്തൊന്നും കാണാത്ത വിധമുള്ള മുന്നേറ്റമാണ് TVKയുടെ ഭാഗത്തു നിന്നുണ്ടായത്. MGRന് കഴിഞ്ഞാൽ വേറെ രാഷ്ട്രീയത്തിലേക്ക് വന്ന കമൽഹാസൻ അടക്കം, ഉലകനായകൻ കമൽഹാസൻ അടക്കമുള്ള ഒരു സിനിമാ താരത്തിനും ഈ വിധത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ കമൽഹാസൻ മത്സരിച്ചപ്പോൾ ഒരു സീറ്റ് പോലും 234 സീറ്റുകളിൽ മക്കൾ നീതി മയ്യത്തിന് കിട്ടിയിരുന്നില്ല. അതുപോലെ സമാനമായി രജനീകാന്ത് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങളൊന്നും ഫലമുണ്ടായില്ലെങ്കിൽ ഇപ്പോഴിതാ ഇളയ ദളപതി വലിയ ദളപതിയായി മാറുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ദളപതി വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു. ഒരിക്കലും നാടിനെ വഞ്ചിക്കില്ല, ജനങ്ങളുടെ പണം തൊടില്ല എന്നാണ് വിജയ് പറഞ്ഞു വെക്കുന്നത്. ആ കാര്യം തന്നെയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വികാരാധീനനായി വിജയുടെ മാതാപിതാക്കൾ ഇരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആനന്ദ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുണ്ട്. AIDMKയിലും BJPയിലും പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി തൊട്ടടുത്ത ഇരിപ്പിടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരിടയ്ക്കിടെ സംഭാഷണം നടത്തുന്നുണ്ടായിരുന്നു, സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും വിജയും ചേർന്നൊരു രാഷ്ട്രീയമാണിനി തമിഴ്നാടിനെ നയിക്കുക എന്ന കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നു വിജയ് എന്നതാണ്. ഏതായാലും ഇപ്പോൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. വിജയ് തമിഴ്നാടിനെ നയിക്കാൻ തയ്യാറായിരിക്കുന്നു. ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ ഇനിയും നടപ്പാക്കാനുണ്ട്. വലിയ വെല്ലുവിളി വിജയ്ക്ക് മുന്നിലുണ്ട്. കെട്ടുപ്രായമെത്തിയ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് 1 പവനും പട്ടുസാരിയും കൊടുക്കുമെന്ന വാഗ്ദാനമുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമോതിരം നൽകുമെന്ന വാഗ്ദാനമുണ്ട്. വലിയ വാഗ്ദാനങ്ങൾ. ബിരുദധാരികളായ, ജോലിയില്ലാത്ത, തൊഴിൽ രഹിതരായ ആളുകൾക്ക് വലിയ തോതിൽ സഹായം നൽകുമെന്ന പ്രഖ്യാപനമുണ്ട്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ സമ്പൂർണ്ണമായി പാലിക്കാൻ വിജയിക്കാകുമോ എന്ന ചോദ്യമുണ്ട്. അപ്പോഴും DMKയുടെ നിലപാട് പ്രശംസനീയമാണ്. 6 മാസത്തേക്ക് ഞങ്ങളൊന്നും ചെയ്യില്ല, വിജയ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യട്ടെ എന്ന് DMKയും നിലപാടെടുക്കുന്നു. ഏതായാലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വലിയ സങ്കീർണമായ സാഹചര്യങ്ങൾക്ക് പിന്നാലെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വിജയുടെ തന്നെ വാക്കുകളിൽ തമിഴക രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗ പിറവിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് വിജയ് അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. എല്ലാവരോടും ആത്മധൈര്യത്തോടു കൂടി ഇരിക്കാനും എല്ലാ കാര്യങ്ങളും നിറവേറ്റുമെന്നും അതിനുവേണ്ടിയുള്ള സാവകാശം നൽകണം എന്നതുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായ സാഹചര്യം ഒരുക്കും എന്നതും പറയുന്നു. ഓരോ ഈ പിന്തുണ നൽകിയ, നമുക്കറിയാം ഒരു കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി എത്രയോ തവണ ലോക്ഭവനിലേക്കുള്ള യാത്രകൾ നടത്തിയിരിക്കുന്നു വിജയ്. അപ്പോഴൊക്കെ രാജേന്ദ്ര അർലേക്കറുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. അതേ രാജേന്ദ്ര അർലേക്കറുടെ മുന്നിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറം തെളിയിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൂടെ നിന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് ഏറ്റവും ചെറിയ ആരാധകരെ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ ചടങ്ങ് പൂർത്തീകരിക്കുന്നത്.